ഞാൻ ഈ വർഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ സ്പിരിറ്റിൽ എന്നെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എനിക്കറിയാവുന്നൊരു സ്ഥലമാണ്. ഞാൻ അതിനു മുമ്പ് ആ സ്ഥലത്തൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്പിരിറ്റിൽ പെട്ടെന്ന് എൻ്റെ ആത്മാവ് ഞാൻ ആ സ്ഥലത്ത് നിൽക്കുന്ന ദൈവം എന്നെ കാണിച്ചു. എനിക്കറിയാം എൻ്റെ സ്പിരിറ്റിൽ എൻ്റെ ശരീരം ഇവിടെയുണ്ട്, എൻ്റെ ആത്മാവ് ഞാൻ ആ സ്ഥലത്ത് ദൈവം എന്നെ കൊണ്ട് നിർത്തി. ഞാൻ നോക്കുമ്പോൾ കണ്ടു ഒരു ലൈറ്റ് ഹൗസ്. ആ ലൈറ്റ് ഹൗസിൻ്റെ അതിൻ്റെ കരഭാഗത്ത് ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ലൈറ്റ് ഹൗസ്, അതിൻ്റെ പിൻപിൽ ഈ കടൽ. പെട്ടെന്ന് ഞാൻ കണ്ടു ആകാശം മുഴുവൻ മേഘാവൃതമായി. ആകാശം മുഴുവൻ പെട്ടെന്ന് ഇരുളുന്ന ഒരു കാഴ്ച. വലിയ കാർമേഘങ്ങൾ കടലിൽ നിന്നും, കടൽ ഭാഗത്തു നിന്നും ശക്തിയോടെ വരുന്നൊരു കാഴ്ച ഞാൻ കണ്ടു. അടുത്ത് നിൽക്കുന്നവരെ ക്ലിയറായി കാണാൻ പറ്റാത്ത, അവ്യക്തമായി കാണത്തക്ക ലെവലിൽ അന്തരീക്ഷം മുഴുവൻ മേഘാവൃതമാകുന്നൊരു കാഴ്ച ദൈവം എന്നെ കാണിച്ചു. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ കടലിലെ തിരമാലകൾ വേഗത്തിൽ ഉയരുന്നൊരു കാഴ്ച. തിരമാലകൾ ഞാൻ നോക്കുമ്പോൾ എനിക്കിങ്ങനെ മുകളിലേക്ക് നോക്കുന്ന രീതിയിൽ, എനിക്ക് തോന്നുന്നത് 10, 15, 20 അടി ഹൈറ്റ് കാണും. അത്രയധികം ഉയരത്തിൽ ഈ തിരമാലകൾ അടിച്ച് കയറുന്ന ഒരു കാഴ്ച ദൈവം എന്നെ കാണിച്ചു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇതെന്താണ്? കർത്താവിനോട് പറഞ്ഞു, ഈ 2025 കേരളം ഉൾപ്പെടെയുള്ള കടൽ തീരങ്ങളിൽ അതിശക്തമായ കടൽക്ഷോഭങ്ങളുണ്ടാകും. വലിയ തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറും. വീടുകൾ അപ്രത്യക്ഷമാകുന്നത് ഞാൻ കണ്ടു. ഞാനിതെന്താണ് കർത്താവെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ചെവിയിൽ കൂട്ടം നിലവിളികൾ ഉയരുന്നത് ഞാൻ കേട്ടു. കർത്താവ് എന്നോട് പറഞ്ഞു, ഇത് അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും നിലവിളിയാണ്. ഈ 2025 ദൈവജനം ആഴത്തിൽ പ്രാർത്ഥിക്കണം. കടൽ തീരങ്ങളിൽ, തീരദേശങ്ങളിൽ അസാധാരണമായ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ, തീരദേശങ്ങളിൽ ഉള്ളവരുണ്ടെങ്കിൽ അവരോടിത് പറയണം. അങ്ങനെ നിങ്ങളുടെ ആളുകൾ ആ ദേശങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ഈ ദൂത് പറയണം. എന്നോട് കർത്താവ് വ്യക്തമായി പറഞ്ഞു, ഈ നാളുകളിൽ തീരദേശങ്ങളിൽ പോയി മീറ്റിങ്ങുകൾ നടത്തുക. ജനത്തോട് നീ ഇത് പറയണം. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഇതൊക്കെ പറഞ്ഞ് ആരെങ്കിലും കേൾക്കുമോ? ജനങ്ങൾ എന്നെ വിമർശിക്കുകയല്ല ചെയ്യത്തുള്ളൂ. കർത്താവ് എന്നെ യോനായെ കാണിച്ചു. കർത്താവിനോട് പറഞ്ഞു, നീ ജനത്തോട് ഇത് അറിയിക്കണം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ മെസ്സേജുകൾ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് തീരദേശങ്ങളുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഞാൻ ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല. ദൈവം എന്നോട് അറിയിച്ചൊരു ദൂതാണ്, വ്യക്തമായി സംസാരിച്ചതാണ്. തീരദേശങ്ങളിൽ ഈ 2025 അസാധാരണമായ കടൽക്ഷോഭങ്ങൾ, ആളുകളുടെ ജീവന് ഹാനി വരത്തക്ക ലെവലിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാൻ പോകുന്നു. അതുകൊണ്ട് ദൈവസഭ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. മാനസാന്തരപ്പെടേണ്ടവരെ മാനസാന്തരപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞാട്ടെ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞാട്ടെ ഹല്ലേലൂയ. വാ തുറന്ന് പറഞ്ഞാട്ടെ ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നെ ഒരു ജില്ല എഴുതി കാണിച്ചു. കേരളത്തിൻ്റെ താഴത്തെ മൂലയിൽ, ട്രിവാൻഡ്രത്തോടും കൊല്ലത്തോടും ചേർന്ന് കിടക്കുന്ന മലമ്പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു ജില്ല എഴുതി കാണിച്ചിട്ട്, ആ ജില്ലയുടെ പേരെനിക്കറിയാം,
ഞാനത് പരസ്യമായി പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ മനസ്സിലായിക്കൊള്ളട്ടെ. ആ ജില്ലയ്ക്കകത്ത് ഈ 2025 വലിയ മണ്ണിടിച്ചിലുകൾ, പ്രകൃതിക്ഷോഭങ്ങളുണ്ടാകും. മല ഇടിയുന്നത് പോലെ, മണ്ണ് ഇടിയുന്നത് പോലെ, റോഡുകൾ ബ്ലോക്കാകുന്നത് പോലെ, അങ്ങനത്തെ വലിയ കാലാവസ്ഥയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ചില വലിയ പ്രതിസന്ധികൾ ആ ജില്ലയ്ക്കകത്ത് ഉണ്ടാകാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ആ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എത്ര പേർ റെഡിയാണ്? ദൈവം മുന്നമേ ചിലത് കാണിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ. നിങ്ങൾ ആരെന്നെ വിമർശിച്ചാലും, നിങ്ങൾ ആരെന്നെ പരിഹസിച്ചാലും, നിങ്ങൾ ആരെന്നെ കുറ്റം വിധിച്ചാലും എനിക്കതിനകത്ത് ഒരു പ്രശ്നവുമില്ല. കാരണം എന്നെ കാണിച്ച ദൈവത്തോട് മാത്രമേ എനിക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതുള്ളൂ. അടുത്തതായി ദൈവം എന്നെ കാണിച്ച മറ്റൊരാലോചന, ഇന്ത്യയുടെ ഗുജറാത്ത് മുതൽ എൻ്റെ നേരെ ഓപ്പോസിറ്റ് എവിടെയാണ്? ആസാം. ഓക്കെ. ആ ഏരിയകളിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ ദർശനം കാണുകയാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ഈ വടം കിടക്കുന്നത് പോലെ ഇങ്ങനെ എനിക്ക് തോന്നി. വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഭൂമി ഇങ്ങനെ കിലോമീറ്ററുകളോളം ഇങ്ങനെ വിണ്ട് കീറിപ്പോയത് ദൈവം എന്നെ കാണിച്ചു. കിലോമീറ്ററുകളോളം ഭൂമി ഇങ്ങനെ വിണ്ട് മാറിയിരിക്കുന്നു. എനിക്കുള്ളിൽ ഭയങ്കര ഭാരമായി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്താണ് ഈ സംഭവിക്കാൻ പോകുന്നത്? ഇന്ത്യയിലൊരു വലിയ ഭൂചലനം ഉണ്ടാകാൻ പോകുന്നു. ഇന്ത്യയിൽ ഒരു വലിയ ഭൂചലനം ഉണ്ടാകാൻ പോകുന്നു. ഒരു ഭൂമികുലുക്കം ഉണ്ടാകാൻ പോകുന്നു. സാധാരണ ബിൽഡിങ്ങുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതിനെ ഓവർകം ചെയ്യാൻ കഴിവുള്ള അങ്ങനെ പണിത ബിൽഡിങ്ങുകൾക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. റോഡുകളൊക്കെ രണ്ടായി വിഭജിക്കപ്പെടുന്ന ആ ലെവലിലുള്ള ഒരു ഭൂമികുലുക്കം ഇന്ത്യയെ സ്പർശിക്കാൻ പോകുന്നു. നിങ്ങൾ ആ ദേശങ്ങളിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എത്ര പേര് പ്രാർത്ഥിക്കാൻ റെഡിയാണ്? അതിനോട് അടുത്ത ചില മാസങ്ങളിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ചെറിയ രീതിയിലുള്ള അല്ലെങ്കിൽ അതിനോട് അത്രമാത്രം ശക്തമല്ലാത്ത ഭൂചലനങ്ങളും ഈ കൊച്ചി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ളവർക്ക് അനുഭവപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം. എത്ര പേര് പ്രാർത്ഥിക്കാൻ റെഡിയാ? പ്രാർത്ഥിക്കാൻ റെഡിയാണോ? ചേർന്ന് പറഞ്ഞാട്ടെ ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ ഹല്ലേലൂയ. വാ തുറന്ന് പറഞ്ഞാട്ടെ ഹല്ലേലൂയ. മറ്റൊരു കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ കാണിച്ചത്, ഇപ്പോൾ സമാധാനപരമായി നിൽക്കുന്ന ഒരു രാജ്യവുമായിട്ട് ഇന്ത്യക്ക് അത് യുദ്ധമായി തീരുമോയെന്ന് എനിക്കറിയത്തില്ല. യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഞാനൊരു യുദ്ധം പോലെയാണ് കാണുന്നത്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അനേകം ഫ്ലൈറ്റുകൾ ഒരുമിച്ച് പറന്നു പൊങ്ങുന്നതും ടാങ്കറുകൾ ഉള്ളത്, അങ്ങനെയുള്ള യുദ്ധവിമാനങ്ങൾ, യുദ്ധക്കപ്പലുകൾ, യുദ്ധ ടാങ്കറുകളൊക്കെ സജ്ജമായി അതിർത്തി പ്രദേശങ്ങളിലേക്ക് പോകുന്നൊരു കാഴ്ച ദൈവം എന്നെ കാണിക്കുക. ഈ വർഷം ഇന്ത്യ നേരിടാൻ പോകുന്ന യുദ്ധം നടക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാനൊരു യുദ്ധമാണ്, ശരിക്കും ഒരു യുദ്ധമാണ് കണ്ടേ.
നിങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു പക്ഷേയെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അതിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കാം. അതിൽ നിന്ന് ദൈവം രക്ഷിച്ചേക്കാം. നിങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കണം. എത്ര പേര് പ്രാർത്ഥിക്കാൻ റെഡിയാണ്? ചെന്ന് പറഞ്ഞാട്ടെ ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ ഹല്ലേലൂയ. പറയാം, ഈ വർഷം ശ്രദ്ധിക്കണമേ, ഈ 2025 ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല രോഗങ്ങളും ലോകരാജ്യങ്ങൾ കാണും, ഇന്ത്യയും കാണും. എന്താണ്? ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ ആ പേര് നിങ്ങൾ കേട്ടിട്ടില്ല. ഒരു വർഷം, ഈ വർഷമായിരിക്കും അതിനൊരു പേരിടുന്നത്. അങ്ങനെയുള്ള രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, രോഗങ്ങൾ ലോകത്തിൻ്റെ പല പല സ്ഥലത്തുനിന്നും നിങ്ങൾ കേൾക്കും, ഇന്ത്യയിൽ നിന്നും നിങ്ങൾ കേൾക്കും. പക്ഷെ ഞാൻ പറയാം, ഈ നദിയുടെ തീരത്തെ വൃക്ഷത്തിൻ്റെ ഇലകൾ രോഗശാന്തിക്കുതകും, രോഗശാന്തിക്കുതകും. നിന്റെ അകത്തൂടെ ഒഴുകുന്ന പരിശുദ്ധാത്മ അഭിഷേകം ചില രോഗപീഠകളെ വേരോടെ മായ്ച്ചുകളയോ. ഇതാണ് കർത്താവ് പൊതുവായി തന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദർശനം, മുൻകരുതൽ എന്ന നിലയിൽ ദൈവം നൽകിയ ആലോചനയാണിത്.